ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വീക്കെൻഡ് വ്ളോഗായിട്ടാണ് കേട്ടോ. മക്കൾക്ക് സ്കൂളും മദ്രസൊന്നും ഇല്ലാത്ത ഒരു ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതാ ഞാൻ രാവിലെ എണീറ്റ് നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് കടന്നിട്ട് കുറച്ച് വൈകിട്ടാട്ടോ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ പ്രീതി സോഡിയാക്കിൻ്റെ ഫുഡ് പ്രോസസ്സറിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. ആദ്യമൊന്നും ഞാനിത് അങ്ങനെ ഉപയോഗിക്കായിരുന്നില്ല, പക്ഷെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഇതിൽ തന്നെയാണ് കേട്ടോ മാവ് കുഴച്ചെടുക്കുക. അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം പഞ്ചസാരയും പിന്നെ മിൽമയുടെ നെയ്യുമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഒരല്പം വെള്ളവും ചേർത്തിട്ടുണ്ട്, പിന്നെ പാലും ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഞാനിതിൽ വെള്ളം ഇങ്ങനെ അളന്ന് കണക്കാക്കിയിട്ടല്ല ഒഴിച്ചു കൊടുക്കുക, ഒരു കുറച്ച് ചേർത്തിട്ട് പിന്നെ അതങ്ങനെ അടിച്ചെടുക്കൂലേ, ആ ഒരു ടൈമിൽ അതിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് റെഡിയാക്കിയാൽ മതി കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ മാവിൽ വെള്ളം പെട്ടെന്ന് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ അടിഞ്ഞ് വരുന്ന ടൈമിൽ ആവശ്യത്തിനുള്ള വെള്ളം ഇങ്ങനെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനൊരു ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചപ്പാത്തിക്കുള്ള മാവ് ഇവിടെ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുമ്പോൾ നൈഷക്കുട്ടിക്ക് അതിൽ നിന്ന് ഒരു പീസ് കിട്ടൽ നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ ഓൾഡ് വീതം കൊടുത്തിട്ട് ബാക്കിയുള്ള മാവ് ഞാനിതാ ഒരു ബൗളിൽ ഒരല്പം എണ്ണയൊക്കെ തടവിയിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനിടയ്ക്ക് ചോറിനുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് അരിയിട്ട് കൊടുക്കുക. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പനീർ ബട്ടർ മസാലയും ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞില്ലേ. സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലത്തെ സാഹസത്തിനൊക്കെ മുതിരുന്നത്. ഇവിടെ സോനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷന്. ഒന്ന് രാവിലെ എണീക്കാൻ മടിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിലും പനീർ ബട്ടർ മസാലയും ചപ്പാത്തി കഴിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എണീച്ച് വരുന്നൊരു രംഗമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സോനുവിൻ്റെ ഫേവറേറ്റ് പനീർ ബട്ടർ മസാല എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. പാനിലോട്ട് ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഏലക്ക, പട്ട, ഗ്രാമ്പു, ചെറിയ ജീരകം എന്നിവ വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2 സവാള, ചെറിയ സൈസിലുള്ള 2 സവാളയാണ് കേട്ടോ, അത് ഞാൻ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിടി അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സവാള ഒന്ന് വഴന്ന് വരുന്ന ടൈമിൽ ഇതിലോട്ട് ഞാൻ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് നെയ്യിൽ വഴറ്റിയെടുക്കണം കേട്ടോ. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. സവാളയും തക്കാളിയൊക്കെ നെയ്യിൽ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഒന്ന് കുഴച്ച് പരത്തിയെടുക്കാം. ഏകദേശം 6-7 വർഷമായിട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. നമ്മളെ നൈഷക്കുട്ടി ചെറുതാകുമ്പോൾ തൊട്ടേ എനിക്ക് ചാനലുണ്ട്. അന്ന് തൊട്ട് ഇപ്പോഴും എൻ്റെ വീഡിയോസ് കാണുന്ന ഒത്തിരി കൂട്ടുകാർ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. അയ്യോ, ഒരു കാര്യം കൂടെ പറയട്ടെ കേട്ടോ. ഈ ഒരു കണ്ടെയ്നർ കണ്ടില്ലേ, ഈ സ്റ്റോറേജ് ബോക്സ്, ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കണതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ അടുത്ത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ആവശ്യമുള്ളവർക്ക് പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുക. അതിനടുക്ക് ഇതാ പനീർ ബട്ടർ മസാലയിലേക്ക് ഞാനൊരു 6-7 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ 6-7 വർഷമായിട്ട് എൻ്റെ വീഡിയോസ് കാണണേ അല്ലെങ്കിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. എന്നിട്ടും അതിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങൾ എൻ്റെ വീഡിയോസ് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കാണാൻ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താണെന്നുള്ളത് ജെന്യുവൻ ആയിട്ട് എഴുതണം കേട്ടോ. ഇനി എനിക്ക് എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് തരാനുണ്ടെന്നുണ്ടെങ്കിൽ അതും എഴുതണം കേട്ടോ. ഡെയിലി വീഡിയോ ഇടണേ ഇത്താന്നുള്ളത് മാത്രം പറയരുത്. കാരണം ഡെയിലി വീഡിയോ എന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ അല്ല. കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ ഒരു ദിവസം വേണം, പിന്നെ അത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ചെയ്ത് ഇങ്ങനൊരു വ്ളോഗായി നിങ്ങളെ മുന്നിലേക്ക് എത്തുമ്പോഴത്തേന് ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം കേട്ടോ. മാക്സിമം ഞാൻ വീഡിയോസ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇഷ്ടങ്ങളും അനുഭവങ്ങളും ഒക്കെ ഒന്ന് എന്നെ അറിയിക്കണേ. കഥ പറയുന്നതിനിടക്ക് ചപ്പാത്തി ചുടൽ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാലയ്ക്കുള്ള മസാല ഉണ്ടല്ലോ, അത് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വീണ്ടും പാന് ചൂടാക്കി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർത്ത് നമ്മൾ പനീർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പനീർ ആ നെയ്യിൽ ഒന്ന് വഴറ്റി എടുക്കുക. ചെറുതായിട്ട് ആ ഒരു കളർ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. മുന്നേ
ഞാൻ വ്ളോഗിൽ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്ന വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. ഇത് ഒന്നും കൂടി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ. ഇനി ലാസ്റ്റ് ഇതിലോട്ടൊരല്പം മല്ലിച്ചപ്പും പിന്നെ ഒറിഗാനോ അതും കൂടെ ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു പനീർ ബട്ടർ മസാല അല്ലേ, അതേ ആ ഒരു സെയിം ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ചായ എടുക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. നമ്മളെ നൈഷുക്കുട്ടിൻ്റെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനെപ്പോഴും ഒരു മഹത്വമല്ല. ഇപ്പം എന്തിനാ കരയണമെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ചപ്പാത്തിക്ക് മാവ് കഴിച്ചപ്പോൾ അതിൽ നിന്നൊരു പീസ് ഓൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ എൻ്റെ കൂടെ നിന്നിട്ട് പരത്തിയെടുത്ത് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്ര കേട്ടോ. ഞാൻ ആ വേസ്റ്റൊക്കെ ഒഴിവാക്കിയ കൂട്ടത്തിൽ അതും അറിയാണ്ട് ഒഴിവാക്കി. അപ്പോൾ അതിനാണ് കേട്ടോ ഇപ്പം കരയണത്. അപ്പോൾ ഞാൻ ചായയോടി കഴിഞ്ഞിട്ട് ഉണ്ടാക്കി തരാം, വേറെ പുതിയത് ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം സെറ്റാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട്. ആൻകുട്ടി പിന്നെ ഒഴിഞ്ഞിരുന്നിട്ട് ആസ്വദിച്ച് കഴിക്കണ തിരക്കിലാണ് കേട്ടോ. സോനുട്ടി ലാസ്റ്റ് ആ ചട്ടി തുടച്ചപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ അത് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. പിന്നെ നൈഷുക്കുട്ടിൻ്റെ കരച്ചിൽ മാറ്റാൻ ഇതാ സോനു ഓൾക്കുള്ള മാവ് കുഴച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ചപ്പാത്തിയും കൂടി ചുട്ട് കഴിച്ചാൽ എൻ്റെ നൈഷുക്കുട്ടിക്ക് സമാധാനം ആവുള്ളൂ കേട്ടോ. ഇങ്ങനെ അവൾ റെഡിയാക്കി വെച്ചതായിരുന്നു നേരത്തെ, പക്ഷെ അത് ഞാൻ അറിയാണ്ട് കളഞ്ഞു. അതിനാണ് കേട്ടോ ആ കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് മുറ്റടിക്കലിനും വർക്കൗട്ടിനൊക്കെ ഞാനും ലീവ് എടുത്തിക്കാണ് കേട്ടോ. കാരണം ഇന്നിപ്പോൾ മക്കൾ കൂടെ ഉള്ളതല്ലേ, അപ്പോൾ കാര്യമായിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് ഇന്നല്ലേ. അപ്പോൾ കാര്യമായിട്ട് കിച്ചണിൽ തന്നെ കാരണം. അപ്പം ഇന്നിപ്പോൾ ചോറിന് ഞാൻ കോവക്ക മെഴുക്ക് പുരട്ടിയും പിന്നെ കൂണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടൊരു മസാല ഉണ്ടാക്കുന്നുണ്ട്. കൂണിൻ്റെ ആ ഒരു വഴുവഴുപ്പ് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ഈ ഒരു തൊലി ഇങ്ങനെ അടർത്തി കളഞ്ഞാൽ മതി എന്ന് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. പക്ഷെ ഞാനത് കളയാറൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ കൂണ് നന്നായിട്ട് കഴുകിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാറാണ്. അപ്പം ഇനി ബാക്കി കുക്കിംഗ് പരിപാടിയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് രാവിലെ ചായ കുടിച്ച കുറച്ച് പാത്രങ്ങളുണ്ട്, അതൊന്ന് കഴുകി വെക്കാം. അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഡിസ്പെൻസർ ഉണ്ടല്ലോ, ഇതും ഞാൻ ഈ അടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് വേണ്ടവർക്കും ഞാനത് ടാഗ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതിൽ 2 അറകളായിട്ട് അതിൽ ഒന്നിൽ നമുക്ക് പാത്രം കഴുകാനുള്ള ലിക്വിഡും മറ്റേതിൽ ഹാൻഡ് വാഷ് ഒഴിച്ചു വെക്കാം. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞാൻ ആ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം. ഈ ചപ്പാത്തി പലക വുഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യം കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകിയിട്ട് ഈ ഒരു വിൻഡോൻ്റെ അവിടെ ഉണക്കാൻ വേണ്ടി വെക്കും കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് ഞാനത് എടുത്ത് വെക്കാറ്, അല്ലെങ്കിൽ ഇങ്ങനെ പൂപ്പൽ വന്ന് കിടക്കുള്ളൂ. എന്നിപ്പോൾ ക്ലീനിങ്ങിന് എന്നെ ഹെൽപ്പ് ചെയ്യാനും മക്കളും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. സോനുട്ടി എല്ലാവരും അടിച്ചു വാരി തരുകയും ചെയ്തു. അനുക്കുട്ടിയും നൈഷും എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ സോനു അടിച്ചുകാരൻ്റെ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഓനിപ്പോൾ വലുതായില്ലേ, ഓൻ്റെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ഇനി കൂൺ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കൂണിലോട്ട് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വെള്ളം എന്നിവ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാനിതിൽ വെള്ളം ചേർത്തപ്പോൾ കുറച്ച് കൂടിപ്പോയിട്ടോ. കൂണ് വേകണ സമയത്ത് അതിൽ ഓൾറെഡി വെള്ളം പൊടിഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ വേവിക്കാൻ സമയത്ത് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ കൂണൊന്ന് കുക്കായി വരുമ്പോഴേക്കും ഇതിലേക്കുള്ള മസാല റെഡിയാക്കുക. അപ്പോൾ ഞാൻ പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ടൊരല്പം കടുക് ചേർത്തൊന്ന് പൊട്ടിക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂണിൽ വേവിക്കാൻ വെള്ളം വെച്ചപ്പോൾ കുറച്ച് കൂടുതലായി പോയിട്ടോ. അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൂൺ മസാല പലരും പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ആദ്യം മസാല ഉണ്ടാക്കിയിട്ട് അതിൽ കൂൺ ഇട്ടിട്ട് വേവിച്ചെടുത്താലും മതി. ഞാൻ ഇങ്ങനെ ഒരിക്കൽ നാട്ടിലുള്ള ടൈമിൽ ഉണ്ടാക്കി കൊടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പക്ഷെ അന്നത്തെ ആ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടിയില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ അടുത്ത വീട്ടിൽ ഇത്ത തന്നതാണ് കേട്ടോ ഈ മുരിങ്ങക്കായും കറിവേപ്പിലയും. നല്ല ഫ്രഷാണ്. ഇപ്പം മുരിങ്ങക്കായിൻ്റെ ഒരു സീസണല്ലേ, അപ്പോൾ ഇന്നിപ്പോൾ മുരിങ്ങക്കായും കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സവാളയൊക്കെ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഗരം മസാല ഉണ്ടെങ്കിൽ അതും കുറച്ച് ചേർത്ത് കൊടുത്തോണ്ട് കേട്ടോ. ഈ വലിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിൽ അതൊന്നും ചേർത്തിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. ഈ മുരിങ്ങക്കായിൻ്റെ തൊലി ഞാനൊരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ചെറിയൊരു അടുക്കളത്തോട്ടം തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആദ്യ പടിയായിട്ടുള്ള വേസ്റ്റാണ്. നമ്മൾ പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയൊക്കെ വേസ്റ്റ് ആണല്ലോ
ഇതിന് കാര്യമായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ കൂൺ മസാലയിലേക്കുള്ള മസാല ഇവിടെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ വേവിച്ചിട്ടുള്ള കൂണ് ആ ചാറോട് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് ചാറ് വറ്റി വരട്ടെ. അപ്പോഴേക്കും ഇതാ മുരിങ്ങക്കായ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് തക്കാളിയും 2 തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും പിന്നെ എരിവിനാവശ്യമായിട്ട് 2 പച്ചമുളകും ഒരു പിടി ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരൽപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇനി ഈ ഒരു തക്കാളി മുരിങ്ങക്കായും ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി കോവയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കടുകിട്ടൊന്ന് പൊട്ടിക്കുക. പിന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലോട്ട് കട്ട് ചെയ്തിട്ടുള്ള കോവയ്ക്ക ഇട്ട് കൊടുക്കുക. ഒരല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒന്ന് നന്നായി കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ രാവിലെ നേരത്തെ കുക്കിംഗ് ഒക്കെ തീർക്കേണ്ടതുകൊണ്ട് തന്നെ ഞാൻ ഗൾഫിലത്തെ പോലെ തേങ്ങയൊക്കെ ചിരവി കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ വെക്കാറുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ വേഗം ഉണ്ടല്ലോ കാര്യങ്ങൾ. അങ്ങനെ തന്നെ നമ്മുടെ കോവയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മുരിങ്ങാക്കായ് കറിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കുക. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് അല്പം തേങ്ങ ചിരവിയതും 3 അല്ലി വെളുത്തുള്ളിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ മുരിങ്ങാക്കായൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മുരിങ്ങാക്കായ് കറിയാണ്. ഞാൻ ഉപ്പും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചെടുത്താൽ മതി. ഇന്നത്തെ കുക്കിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു. ബാക്കിയുള്ള പാത്രങ്ങളും കൂടെ കഴുകിയിട്ട് കിച്ചൺ ക്ലോസ് ആക്കിട്ടോ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ക്ലീനിങ് ആണ്. ആനക്കുട്ടി ഈ റൂമിൽ കാര്യമായിട്ട് അടുക്കി പെറുക്കി വെക്കുകയാണ് കേട്ടോ. അവളുടെ പഴയ ബുക്സൊക്കെ ഷെൽഫിൽ നിന്ന് മാറ്റിയിട്ട് പുതിയ ബുക്ക് റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ ഈ റൂമിൻ്റെ ഡീപ്പ് ക്ലീനിങ് ആനക്കുട്ടി ഏറ്റെടുത്തിക്കാണ് കേട്ടോ. ബാക്കിയുള്ള ഏരിയ ഒക്കെ സോനു അടിച്ചു വാരി ഇട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് സോനു ഇവിടെ കാര്യമായിട്ട് എന്തോ പണിയിലാണ് കേട്ടോ. പോയി നോക്കുമ്പോൾ ഇതാ ഈ ഒരു ചരട് വെച്ചിട്ട് ഇങ്ങനെ മടങ്ങി വെച്ചതാണ് കേട്ടോ കണ്ടത്. ഇതിപ്പോൾ ഇന്നിപ്പോൾ രാവിലെ യൂട്യൂബിൽ കണ്ടതേനു. അത് പഠിച്ചെടുത്തതാണ്. ഇപ്പോൾ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ, മുമ്പത്തെ പോലെയല്ല. 6 മണിയാകുമ്പോഴേക്കും സോനുവിന് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതുള്ളതുകൊണ്ട് തന്നെ 6 മണിയാകുമ്പോഴേക്കും എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞാൻ ചെയ്ത് തീർക്കണേന്നുള്ളതിന് ഒരു ചെറിയ പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും 3 എണ്ണത്തിനോട് കുളിച്ച് റെഡിയാവാൻ വേണ്ടി പറഞ്ഞു പോയതേനു. ഞാൻ വന്നപ്പോൾ ഇതാ 3 ആൾ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ വിട്ടിട്ടുണ്ട് വുളു എടുക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ കുറച്ച് വൈകി കേട്ടോ. ഇനിയിപ്പോൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ലുഹർ കഥ ആവും. അപ്പം ഇനിയിപ്പോൾ നിസ്കരിച്ചിട്ട് കുളിക്കാമെന്നും പറഞ്ഞിട്ട് ഒരു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മക്കൾ സ്കൂളില്ലാത്ത ദിവസം ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കലും നിസ്കാരവും കാര്യങ്ങളൊക്കെ. അതൊരു വേറൊരു ഫീലാണ് കേട്ടോ. ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സോനുട്ടി ഇതാ ഫുഡൊക്കെ എടുത്ത് ടേബിളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അങ്ങനെ കാര്യമായിട്ട് സ്പെഷ്യലൊന്നുമില്ല. ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് കൂൺ മസാലയാണ് കേട്ടോ. അതവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉച്ചക്ക് ചോറ് കഴിക്കാൻ എടുത്തു കഴിഞ്ഞാൽ അതിക്കൊരു കൂട്ടാൻ പോലെയാണ് കേട്ടോ. ഞങ്ങൾക്ക് സഞ്ജു ലക്ഷ്മിയുടെ വീഡിയോസ് ഞങ്ങൾക്ക് 4 പേർക്കും ഒരുപോലെ കാണാൻ ഇഷ്ടമുള്ള വീഡിയോസാണ് കേട്ടോ അവരുടെ. ഈ ഒരു ബോട്ടിൽ പ്രഹസനാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇത് വാങ്ങി പിന്നെ വെള്ളം കുടിക്കാനൊരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. കാരണം അതിലിങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് കറക്റ്റ് നമ്മൾ ആ ഒരു ടൈം ആകുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിട്ടോ. അങ്ങനെ ദാ സോനുട്ടി കടയിൽ പോയിട്ട് വൈകിട്ട് ഞങ്ങൾക്ക് ഒരു ചക്ക കേക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ചക്ക കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചസാര ഇവിടെ നന്നായിട്ട് കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാനൊരു മൊത്തക്കണക്കിൽ അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു. ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാനിതിൽ മെൻഷൻ ചെയ്യണില്ല കേട്ടോ. എനിക്കിപ്പോൾ അതത്ര ഓർമ്മയില്ല. ഞാനിത് ചിക്കു ഡേ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ചിക്കു ഡേ എന്നുള്ള യൂട്യൂബ് ചാനലിൽ ജാക്ക് ഫ്രൂട്ട് കേക്ക് അടിച്ചാൽ മതി കേട്ടോ. അതിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചക്ക കേക്ക് റെഡിയാക്കാനുള്ള ആ ചക്കൻ്റെ പൾപ്പുണ്ടല്ലോ
അത് ആദ്യം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കയിലേക്കുള്ള പഞ്ചസാരയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരല്പം വാനില എസൻസ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ചക്കൻ്റെ മാത്രം ഫ്ലേവർ മതി എന്നുണ്ടെങ്കിൽ വാനില എസൻസ് വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ വാനില എസൻസ് ചേർക്കാതെയും ഒരുക്കം ഉണ്ടാക്കിയിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ, പഞ്ചസാര പൊടിക്കുമ്പോൾ അതിൽ 2-3 ഗ്രാമ്പ് ഉണ്ടാവില്ലേ, അത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് ഈ ചക്കൻ്റെ പൾപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഘട്ടം ഘട്ടമായി ചേർത്ത് അടിച്ചെടുത്തതിന് ശേഷം ഞാനിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അത് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരല്പം ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത പഞ്ചസാര സിറപ്പ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്ക കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓവനിലാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനി ഇതാ ഈ ഒരു കേക്ക് ടിന്നിലോട്ട് നമുക്ക് ബാറ്റർ മാറ്റാം. അതിന് മുന്നായിട്ട് കേക്ക് ടിന്നിൽ ഒരല്പം ഓയിലും പിന്നെ മൈദപ്പൊടിയും കൂടെ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം കേക്ക് വെന്ത് കഴിഞ്ഞാൽ ടിന്നിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ശേഷം അതിലുള്ള ലംസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോകാണ്ടിരിക്കാൻ ആ കാഷ്നട്ടും ഞാൻ കുറച്ച് മൈദമാവിലൊന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഓവനിൽ വെച്ചിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ അഗാറോ ബ്രാൻഡിൻ്റെ എയർ ഫ്രയർ ആണ് കേട്ടോ. ഇതിൻ്റെ റിവ്യൂ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കൂട്ടുകാർ ചോദിക്കാറുണ്ട് ഇത് എങ്ങനെ യൂസ്ഫുൾ ആണോ എന്നുള്ളത്. അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്ക് ഓവനായിട്ടും OTG ആയിട്ടും എയർ ഫ്രയർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാം. അങ്ങനെ തന്നെ നമ്മുടെ കേക്ക് റെഡി ആയിട്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചക്ക കേക്കോട് കൂടിയിട്ട് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.